ഇവള് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അനുമോളെയാണ് ഇഷ്ടം. എന്നെ ഇഷ്ടമാണോ ഇല്ലെന്നൊന്നുമല്ല, അങ്ങോട്ട് എനിക്ക് ഇഷ്ടമാണ്. ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ആദില നോറ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അനുമോളെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള റിപ്ലൈയും അവർ പട്ടാഗേൾസ് ഒന്നിക്കണോ എന്നുള്ള എൻ്റെ അഭിപ്രായവും കുറേ കമൻസും ഉണ്ട്. നമുക്കതൊക്കെ ഒന്ന് വായിച്ചിട്ട് അങ്ങനെ പോകാം. ലാസ്റ്റ് വീക്ക് എപ്പിസോഡ്സ് ഒക്കെ ഒന്ന് കണ്ടോ? ഓഡിയൻസിനെ അവർ സാഡ് ആക്കി നിങ്ങൾ. അതല്ല നമ്മൾ പറയാം, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ആരെയും മിസ്റ്റേക്ക് അല്ല. ഇറ്റ് ഓൾ ഹാപ്പൻസ് ഡ്യൂ ടു ആ സിറ്റുവേഷൻ. അല്ല, എനിക്ക് അങ്ങനെ മറിച്ച് ഓർത്തിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞോളാം. ഇല്ല, ഞാൻ എന്റെ ഒപ്പീനിയൻ അല്ലേ പറയുന്നത്. പറയാം ആരുടെയും മിസ്റ്റേക്ക് അല്ല, മിസ്റ്റേക്കാണ്. ഇല്ലല്ല, എനിക്ക് തോന്നിയ കാര്യമാണ്. ലൈക്ക് അതിന്റെ ഉള്ളിലാണ് നമുക്ക് ആർക്കും എന്താ പറയാ തെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിസ്റ്റേക്ക് അല്ലെന്ന് പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ എല്ലാ സിറ്റുവേഷനിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഉള്ളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? അതായത് ബി കഴിഞ്ഞാൽ ആരെയും ഇഷ്ടം ചോദിക്കുമ്പോൾ അനുമോളെ പറയുന്നുണ്ട്. പക്ഷേ അതിലെ നൂറ ന്യായീകരിച്ച് മഷിക്കുകയാണ്. പക്ഷെ അതിലെ കറക്റ്റ് അതിലേക്ക് മനസ്സിലായി തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന്. തെറ്റ് സംഭവിച്ചെന്ന് വെച്ചാൽ ലാസ്റ്റ് വീക്ക് വരെ അതുവരെയുള്ള വഴക്കുകളൊക്കെ നമ്മൾ അത് ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗെയിമിൻ്റെ ഇടയിൽ വന്ന വഴക്കായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കാവോ ഒന്നിക്കും അതൊക്കെ ഒരു രസമായിട്ട് അങ്ങനെ പോയി. നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അങ്ങനെ പോയി. പക്ഷേ ലാസ്റ്റ് എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഉണച്ചി കള്ളി. പിന്നെ അതിൽ മെയിനായിട്ടൊരു കാര്യം പറഞ്ഞത്, അതായത് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ അതിലെ എണീച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ സഹിക്കില്ല. അത് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതായത് തലേ ദിവസം ഷാനവാസ് ഇവരെ 3 പേരെയും വിളിച്ചിട്ട് ഇനി നമ്മൾ തമ്മിൽ വഴക്ക് വേണ്ട എന്ന് സംസാരിച്ച് അവരിപ്പോൾ പോവും, ഇനി അങ്ങനെ നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുകയാണ്, അതുകൊണ്ടൊന്നും സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ആ വഴക്കിനെ ഷാനവാസ് നൈറ്റ് കോംപ്രമൈസ് ചെയ്ത് വിട്ടു. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് മോർണിംഗ് ടാസ്കിൽ എണീച്ചിട്ട് ഓരോരുത്തരുടെ ഇത് പറയാൻ പറഞ്ഞപ്പോൾ അതിൽ അനുമോളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. അഭിനയിക്കാൻ ഇത്ര ഈസിയാണെന്ന് അനുമോൾ എന്നെ പഠിപ്പിച്ചു, മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇതാണെന്ന് പഠിപ്പിച്ചു, മാനിപ്പുലേറ്റ് ആവുമെന്ന് പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ താഴ്ത്തി കെട്ടിയിട്ട് സംസാരിച്ചു. അപ്പോൾ ബിൻസിയും ബിൻസിൻ്റെയൊക്കെ ആ സമയത്തുള്ള കൊലച്ചിരിയായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങളൊന്നും സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഇവർക്ക്. എന്തായാലും നമുക്കതിൽ വന്ന കമൻസുകൾ നമുക്ക് ഓരോന്ന് കാണാം കേട്ടോ. അതായത് നീ എല്ലാവരുടെയും മുൻപിൽ എഴുന്നേറ്റ് നിന്ന് അനുവിനെ അങ്ങനെ ചെയ്യാൻ ഇതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരുടെയും മുൻപിൽ അനുവിനെ അങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ചു, ഇങ്ങനെ പഠിപ്പിച്ചു പറഞ്ഞ പ്രസംഗം ഉണ്ടായില്ലേ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിന് 117 ലൈക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും. പിന്നെ ഇവർ പറയുന്നത് ആ സിറ്റുവേഷൻ, നൂറ പറയുന്ന സിറ്റുവേഷൻ എന്നാണ്. ഞാൻ ഒന്നും കൂടി പറയാം, നൂറ പറയുന്ന സിറ്റുവേഷനിൽ സംഭവിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അതേ സിറ്റുവേഷനിൽ അനുമോൾക്കും ഉണ്ടായിരുന്നല്ലോ. അനുമോൾ എന്തെങ്കിലും ഇവരെക്കുറിച്ച് പറഞ്ഞോ? ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടല്ലോ. ഒന്നും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് എന്താ, നീ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ എൻ്റെ കൂടെ കൂടിയത് എന്ന് മാത്രം അറിയാമെന്നുള്ളൊരു വാക്ക് മാത്രം. അത് ഈ വഴക്കില്ല, അതിന് തൊട്ട് മുന്നിലുള്ള മുൻപേ ഉണ്ടായിരുന്നൊരു വഴക്കിൽ മാത്രമേ പറഞ്ഞ്. അതല്ലാതെ അനുമോളൊക്കെ അതേ സിറ്റുവേഷനിൽ നിന്നല്ലേ പിന്നെ ഇവർക്കെങ്കിലും ഇത്രയും പേര് കൂടെ ഉണ്ടായിരുന്നു. അനുമോൾക്ക് ആരും ഇല്ലാതെ ലക്ഷ്മി വന്നിട്ട് അഭിലാഷൊക്കെ സംസാരിക്കുന്നവരാരും ഇല്ലാതെ ഒറ്റയ്ക്ക് ടാർഗറ്റ് ചെയ്ത് എല്ലാവരും കൂടി അടിക്കുന്ന സമയത്ത് ഒരു കുറ്റം പോലും ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. എന്നിട്ട് ഇപ്പം കരന്ന് മെഴുകുന്നുണ്ട്. പക്ഷെ അതിൽ തെറ്റ് പറഞ്ഞ പോലെയാണ് കേട്ടോ സംസാരിച്ചത്. നല്ല വിഷമമുണ്ട്. ആരോ കമൻസ് പറഞ്ഞപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമമുണ്ട്. ലാസ്റ്റ് വീക്കാണ് നിങ്ങൾ എങ്ങനെ നമ്മളെ സാഡാക്കി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമത്തോടെ സംസാരിച്ചിട്ടോ. അതില്ലെന്ന് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ശരി, അത് അനുമോളുടെ ഇഷ്ടമല്ലോ ഒന്നിക്കണോ വേണ്ടതെന്ന്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് അനുമോൾ നിങ്ങളെപ്പറ്റി ഒന്നും അകത്തും പുറത്തും ഒന്നും പറഞ്ഞില്ലല്ലോ. അതായത് ഇവർ നൂറ പറഞ്ഞില്ലേ ആ അവസ്ഥ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചും ഞാൻ പറഞ്ഞ മറുപടി അതേ മറുപടിയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അനുമോൾ നിങ്ങളെപ്പറ്റി അകത്തും പുറത്തും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ദീപ SMD പറയുന്നു. അതിന് 101 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ വെറുത്ത് പോയി ലാസ്റ്റ് വീക്ക്, ഇപ്പോൾ കാണുമ്പോൾ പോലും ദേഷ്യം വരും. അതായത് ഈ പറയുന്നവർക്കൊക്കെ എന്താ വെച്ചാൽ പട്ടാഗേൾസിനെ ഇഷ്ടമായിരുന്നു. പക്ഷേ ആ പട്ടാഗേൾസ് ഇനി ഒന്നിച്ചാൽ വീണ്ടും അനുമോളെ തിരിഞ്ഞു കൊത്തുമോ എന്നുള്ള രീതിക്കാണ്. കാരണം ഇവരിന് ഇഷ്ടമായിരുന്നു, ഇവരുടെ കാര്യങ്ങൾ ഇവരുടെ നടക്കുന്ന രീതിയും നല്ല രസമായിരുന്നു. അതുകൊണ്ടാണ് അവരിന് 3 പേരിനെ ഇഷ്ടം. ഈ പറയുന്നവർക്കെല്ലാം ഈ 3 പേരിനെ ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അനുമോളെയാണ് കൂടുതൽ ഇഷ്ടം.
അതിന് ശേഷം ഇവരെ വന്നപ്പോൾ ഇവരിന് ഇഷ്ടപ്പെട്ടു, അതിന് ശേഷം ഇവർ കാണിച്ചതിൽ നിന്ന് വെറുത്തുപോയി. അതാണ് അതിന് മെയിനായിട്ടുണ്ടായ പ്രശ്നം, മെയിനായിട്ടുണ്ടായ കാര്യം. പിന്നെ സിറ്റുവേഷൻ അവസാന നിമിഷങ്ങളിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് എല്ലാവർക്കും ഇഷ്ടമായി ഇവരായി മാറിയേനെ. അത് സത്യമാണ്. ഇപ്പോൾ ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, ഇഷ്ടപ്പെട്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, നല്ല രസം ഉണ്ടാവും. പിന്നെ നമുക്കത് കാണുമ്പോൾ നല്ല രസമായിരിക്കും ഇവർ 3 പേര് നടക്കുന്നത്. പിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവൾ പറഞ്ഞത്. അനു മറന്നാലും ഞങ്ങൾ മറക്കില്ല. അനുമോൾ നോമിനേഷനിൽ ഇല്ലാതിരുന്നപ്പോൾ നിങ്ങൾക്ക് ആണ് ഞാൻ വോട്ട് ഇട്ടിരുന്നത്, ലാസ്റ്റ് വെറുപ്പിച്ചു. അത് സത്യമാണ്. അനുമോൾ നോമിനേഷൻ ഇല്ലാതിരുന്ന സമയത്ത് ഒരുപാട് പേര് അതിലേക്ക് നൂറയ്ക്കുമാണ് വോട്ട് ചെയ്തത്. പിന്നെ ദിയാസനയൊക്കെ വന്ന് കൊടുത്തും ഞങ്ങൾക്ക് കപ്പ് വരെ കിട്ടാനുള്ള ആളായിരുന്നു നൂറ എന്നൊക്കെ പറയും. അത് ദിയാസനയ്ക്ക് കൊടുത്താൽ മാത്രമേ അറിയുള്ളൂ, അത് വെറുതെ കൊടുത്തിയതാണെന്ന് നമുക്കറിയാം. പിന്നെ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല, കൂടെ നിന്ന് ചതിക്കും. അനുമോൾ ചെയ്യാത്തത് പറയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ ചെയ്തത്, എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ. അനുമോൾ നിന്നെ ഏതാണ്ടൊക്കെ ഒരുപാട് പഠിപ്പിച്ചു പറഞ്ഞത്. ഇപ്പോഴും അനുമോളെ ഇഷ്ടമാണെന്ന് നിങ്ങൾ പറഞ്ഞു. ഏറ്റവും വലിയ നുണയാണ് അത്. കാരണം ഒരാളുടെ സത്യമായ ഇഷ്ടമുണ്ടെങ്കിൽ ആരുടെ ഇതെങ്ങനെ രൂപമില്ലാത്ത എഴുത്തെന്നറിയില്ല, ആരുടെ മുന്നിലേക്കും ഇട്ടുകൊടുക്കില്ല, ഇല്ലാത്തത് പറയില്ല. നിങ്ങൾ അത് ചെയ്തു, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ സ്നേഹിച്ച് അഭിനയിച്ചു. ഓക്കെ, അതും സത്യമായെന്നൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ തോന്നുന്നുണ്ട്. ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്താണെന്നൊക്കെ തോന്നുന്നുണ്ട്. ആദിമോളെ, നൂറമോളെ, ഞാൻ നിങ്ങൾക്ക് മാത്രമാണ് വോട്ട് ചെയ്തിരുന്നത്. പക്ഷേ റീ എൻട്രിക്ക് ശേഷം ഞാൻ അനുമോൾക്ക് മാത്രമാണ് വോട്ട് ചെയ്തുള്ളൂ. ഇത്രയ്ക്ക് വേണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങളെ സങ്കടപ്പെടുത്തി. പട്ടാഗേൾസ് ഫാനായിരുന്നു ഞങ്ങൾ. പുറത്ത് വന്ന് നിങ്ങൾ ഒന്നിച്ചിട്ടുള്ള കളിയും ചിരിയും ഒക്കെ റീൽസായി കാണാൻ കാത്തിരുന്നു ഞങ്ങൾ. അതെ, ഗംഗാജി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചാണ്. സത്യമാണ്. ആദിമോളെ, നൂറമോളെ, സ്നേഹത്തോടെ സംസാരിക്കുന്നു, ഇല്ലെന്നല്ല കേട്ടോ. അതായത് അത് സത്യമാണ്. എല്ലാവർക്കും അങ്ങനെ ആയിരുന്നു. കാരണം ഇവരുടെ അതിനകത്തേക്കുന്ന ഫസ്റ്റൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇവരെന്ന് പറയുമ്പോൾ എന്നെ താണ്ടിയിട്ട് അനുമോളെ നീ തൊടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവർ മാറിയിരുന്നിട്ടൊരു കുറ്റം പറച്ചിലുണ്ട്. അനുമോളെ ഇവർ മാറിയിരുന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഷാനവാസിനെ മാറിയിരുന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇവരെ ചേർത്ത് നിർത്തിയ 2 പേരെയും ഇവർ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ആദിലയുടെ ഫേസ് കാണുമ്പോൾ വിശ്വസിക്കാവുന്ന പോലെയുണ്ട്. പക്ഷെ നൂറയ്ക്ക് ഇപ്പോഴും അതിലൊരു തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. അയ്യോ, ആരാ മിസ്റ്റേക്ക് ചെയ്തത് എന്ന് അറിയില്ലേ, അത് നിങ്ങളാണ്. വെളിയിൽ നിന്ന് വന്ന ഏതോ അലവലാദികൾ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് കൂടെ നിന്ന് അവളെ കുറ്റം പറഞ്ഞു. എത്രത്തോളം വേദനിക്കാമോ അത്രയും ചെയ്തു രണ്ടും. എന്തായാലും ഒരു കാര്യമുണ്ട് കേട്ടോ, എല്ലാവരും ഇപ്പോൾ ഇവർ ഒന്നിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് മെസ്സേജ് റീ എൻട്രി വന്നപ്പോൾ പോകാമെങ്കിൽ അതില വീണു. അതാണ് സാരമില്ല, 3 പേര് ഒരുമിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. ചിലവർ ശ്രമിക്കുക ഒന്നിച്ച് സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ കൂടുതൽ മെസ്സേജ് അനു ഇഷ്ടം, അനു ലവ്, അനുവിനെ നിങ്ങൾ ചെയ്തു, വിശ്വസിക്കില്ല, ലാസ്റ്റ് എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാകുമെന്ന് പറയുന്നുണ്ട്. അല്ല, ഈ കമൻസ് പറയുന്ന എല്ലാവരോടും ലാസ്റ്റ് എപ്പിസോഡ് അതിലെ കണ്ടത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ലൈവിൽ വന്ന് പറഞ്ഞത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഒരു ചാൻസ് കൊടുക്കണോ വേണ്ടതെന്നൊക്കെ അനുമോൾ തീരുമാനിക്കും, നമ്മളെല്ലാം തീരുമാനിക്കേണ്ട അനുമോളുടെ മനസ്സിലുണ്ടാവും. പിന്നെ അനുമോൾക്കും കൂടി തോന്നണം. പിന്നെ അനുമോളും ജെനുവിനായിരുന്നോ ഇവരോട് എന്നുണ്ടെങ്കിൽ ഇവർ തെറ്റ് ചെയ്തിട്ട് മാപ്പ് പറയുമ്പോൾ അനുമോൾ കൂടെ കൂട്ടേണ്ടതാണ്. അതാണ് എൻ്റെ പോളിസി. പക്ഷേ കൂടെ നിന്ന് ചതിച്ചതാണ് എന്ന് ആലോചിക്കുമ്പോൾ വേണ്ടാമെന്നും തോന്നുന്നുണ്ട്. എന്തായാലും ഭയങ്കരമായിട്ട് ചതിച്ചു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ചതിച്ചു. പക്ഷേ അതിലെന്താ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇവർ ഭയങ്കരമായിട്ട് പറഞ്ഞു, അനുമോളെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു. പക്ഷേ അനുമോൾ ഇവരെക്കുറിച്ച് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല മോശമായിട്ട്. അതാണ് രസം. അതായത് അനുമോളും തിരിച്ച് പറഞ്ഞതാണെങ്കിൽ നമുക്ക് ഓക്കെ, അത് തീർന്നു എന്ന് വിചാരിക്കാം. പക്ഷെ അനുമോൾ ഈ നിമിഷം വരെയും ആദിലയും നൂറയെക്കുറിച്ച് അതിനകത്ത് നിന്നോ പുറത്തു നിന്നോ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. വേറെ ആരോടെ പറഞ്ഞത് കേട്ടത് മാത്രം ഒന്നെന്താ, പിന്നെ അവരെക്കുറിച്ച് എനിക്ക് എന്തൊക്കെ അറിയാം, ഞാൻ പറയുന്നുണ്ടോ, ഞാൻ പറയുന്നില്ല, ഞാൻ പറയില്ല അങ്ങനെ എന്നുള്ള മറുപടിയാണ് പറഞ്ഞത്. അല്ലാതെ മോശമായിട്ട് സംസാരിക്കുന്നേ ഇല്ല. അപ്പോൾ ഈ കമൻസിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കമൻസ് ഉണ്ട്.
ആയിരക്കണക്കിന് കമൻസ് ഉണ്ട്. അതിൽ ഒരാൾ 1-2 പേരാണ് നിങ്ങൾ സംസാരിക്കേണ്ട എന്ന് പറയുന്നത് മാത്രം. ബാക്കി എല്ലാവരും ആ വഴിക്ക് പോകരുത്, നിങ്ങളെ ഇഷ്ടമായിരുന്നു പക്ഷെ നിങ്ങളെ ഇപ്പോൾ വെറുത്തു, അങ്ങനെ തന്നെ എല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അനുമോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് തോന്നട്ടെ എന്താണെന്ന് എന്താവുമെന്ന്. എന്തായാലും അവർ വന്നു കഴിഞ്ഞാൽ 3 കൂടി ചേർന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. റീൽസും അവരുടെ യാത്രയും ട്രിപ്പുകളൊക്കെ പോകുന്നതും റീൽസൊക്കെ കാണാൻ അവരുടെ ഒരു സ്നേഹം ഒരു ഭയങ്കരമായിട്ടൊരു വൈബ് ഉള്ളതാണ്. ലാലേട്ടനെ വരെ കണ്ണു നിറഞ്ഞാണ് അവരുടെ സ്നേഹം കണ്ടത്. ആദിലയുടെയും അനുമോളുടെയും സ്നേഹം കണ്ടിട്ട് ആ ഒരു സാധനം കൊടുക്കുന്നത്, ആ ഹാർട്ട് കൊടുക്കുന്ന സമയത്ത് ലാസ്റ്റിൻ്റെ തൊട്ട് മുൻപത്തെ വീക്ക്, ഫിനാലെ വീക്കിൻ്റെ തൊട്ട് മുന്നിലുള്ള വീക്കിൽ. അപ്പോൾ ലാലേട്ടന് പോലും എനിക്ക് പോലും കണ്ണു നിറയുന്നു ലാലേട്ടൻ പറഞ്ഞതാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ആയതുകൊണ്ട് ഒന്നിച്ചാലും വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവരുടെ ഒരു സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറാം എന്നുള്ള രീതി ആയതുകൊണ്ട് അനുമോളൊരു അകൽച്ച, ഹായ് ബായ് ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അത്രയേ ഉള്ളൂ.